കൂടൽമാണിക്യത്തെ ബ്രാഹ്മണ തന്ത്രിമാർ തനി ജാതിവെറിയന്മാരും തനി യാഥാസ്ഥിതികരുമായിട്ട് കേരള സമൂഹത്തിന് മുമ്പ് വന്ന് ഭീകര സ്വത്വങ്ങളായിട്ട് നിൽക്കുക. സത്യത്തിൽ ഇവരും ഗാന്ധിയെ കൊന്ന ഗോഡ്സെയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അവരെന്തുകൊണ്ടാണ് ബ്രാഹ്മണരാണെന്ന് അവകാശപ്പെടുന്നത്? അവർ മനുഷ്യരാണെന്ന് അവകാശപ്പെടുകയല്ലേ വേണ്ടത്? അത് നമ്പൂതിരിമാരെ മനുഷ്യരെ ആവണം എന്നുള്ളത് ഈ EMSന്റെ ഭാഷ 1944 ഓങ്ങല്ലൂർ പ്രസംഗം. അപ്പം മനുഷ്യരാവണം എന്ന് പറഞ്ഞാൽ അപ്പം മനുഷ്യരല്ല എന്നുള്ളതാണ്. ഡോക്ടർ ശ്യാംകുമാർ ഇന്നിപ്പോൾ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണല്ലോ. ഈ വില്ലുവണ്ടി അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രതീകാത്മകമായിട്ട് വലിയൊരു വിച്ഛേദമാണ്. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു വിച്ഛേദമാണ്. അങ്ങനെ ഒരു അവാർഡ് ലഭിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ വ്യക്തിയെ സംബന്ധിച്ചും സാമൂഹികമായി ഇടപെടുന്ന ഒരാളെന്ന നിലയിലും അത് നൽകുന്നൊരു ഊർജ്ജം വളരെ വലുതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും അതിന് ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇന്നിപ്പോൾ പൊതുവേ കേരളത്തിൽ ശ്യാംകുമാറിന് വളരെ താല്പര്യപൂർവ്വം ഒരുപാട് വേദികളിൽ സംസാരിക്കാൻ വേണ്ടി ആളുകൾ വിളിക്കുന്നുണ്ട്. കേരളത്തിൽ വലിയ പിന്മടക്കങ്ങൾ ഒരു വശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കെ തന്നെ മറുവശത്ത് വളരെ തീവ്രമായി ശ്രീനാരായണ ഗുരുവൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ള സംവാദത്തിൻ്റെയും അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെയും അതുപോലെ അനുകമ്പയുടെയൊക്കെ പുതിയൊരു ദർശനത്തിൻ്റെ ഒരു കാലം അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഇന്ന് പ്രത്യേകിച്ച് ഇന്ത്യയും കേരളവും ഒക്കെ വളരെ അപകടകരമായ ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ ശ്യാംകുമാറിന് ഒരുപാട് വേദികളിലേക്ക് ആളുകൾ വിളിക്കുന്നു, സംസാരം താല്പര്യപൂർവ്വം കേൾക്കുന്നു എന്നുള്ളത് തീർച്ചയായും കേരളത്തിലെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക മനസ്സിൻ്റെ നവോത്ഥാന മനസ്സിൻ്റെ ഒരു പ്രബുദ്ധതയുടെ പാരമ്പര്യത്തിൻ്റെ ഒക്കെ ഒരു തുടർച്ച എവിടെയോ നിലനിൽക്കുന്നു എന്നൊരു സൂചകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഡോക്ടർ ശ്യാംകുമാർ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു PhD എടുക്കുന്നു. സാധാരണഗതിയിൽ സംസ്കൃത ഭാഷയിൽ PhD എടുക്കുന്ന ആളുകൾ നമുക്കറിയാലോ. ഇന്നത്തെ എത്രയോ കാലമായിട്ട് ഇപ്പം 10-33 കൊല്ലം അധ്യാപക രംഗത്തുണ്ടായിരുന്ന ഒരാളെന്നുള്ളതിൽ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും സൗഹൃദത്തിൽ നിന്നൊക്കെ മനസ്സിലായതിൽ നിന്ന് വിഭിന്നമായി ശ്യാംകുമാർ ഈ തന്ത്രങ്ങളൊക്കെ കൂടുതൽ പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുകയും ഈ താന്ത്രിക് സാഹിത്യമായിട്ട് കൂടുതൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം വാസ്തവത്തിൽ എന്താണ് എന്നറിയാനൊരു താല്പര്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷിവിടെ ഉന്നയിച്ചത്. സത്യത്തിൽ മാഷിൻ്റെ ഈ ചോദ്യം വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ രൂപമാണ്. അച്ഛൻ്റെ അമ്മയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലം മുഴുവൻ ഈ അമ്മമ്മയുടെ അടുത്ത് നിന്ന് കഥകൾ കേൾക്കുന്ന ഒരു സവിശേഷത ഉണ്ടായിരുന്നു. അമ്മമ്മ വളരെ നേരത്തെ എഴുന്നേൽക്കും, ഞാനും ഒരു 5:30-6 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. അപ്പോൾ അമ്മമ്മയുടെ അടുത്ത് പോയി ഇന്ന് കഥകൾ കേൾക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. അപ്പോൾ അമ്മമ്മയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ കഥകൾ ഒരു സാഗരം പോലെയാണ്. അതിന് മാത്രം തീരാത്തത്രയും കഥകൾ ഇങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കും. ആ കഥകളിൽ കൃഷ്ണൻ്റെ കഥയുണ്ട്, ക്രിസ്തുവിൻ്റെ കഥയുണ്ട്, മുഹമ്മദ് നബിയുടെ കഥകളുണ്ട്, ആയിഷ ബീവിയുടെ കഥകൾ അമ്മമ്മ പറയാറുണ്ട്. ഭീമാപ്പള്ളിയെപ്പറ്റി ഞാൻ ആദ്യം കേൾക്കുന്നത് അമ്മമ്മ പറഞ്ഞിട്ടാണ്. ഭീമാപ്പള്ളിയിൽ പോയാൽ രോഗം മാറും എന്നൊരു വിശ്വാസ കഥ. ഇങ്ങനെ ധാരാളം കഥകൾ അമ്മ പറയുമായിരുന്നു. ആ കഥകളാണ് ക്രമേണ ഈ ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്നത് പോലെ ഈ ഒരു അത്ഭുത ലോകം കാണാൻ അന്നത്തെ ഒരു ബാല്യത്തെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ശിവൻ്റെ കഥകൾ പറയും, വിഷ്ണുവിൻ്റെ കഥകൾ പറയും, കാളിയുടെ കഥകൾ പറയും. നാരായണ ഗുരുവിനെ പറ്റി ആദ്യം പറഞ്ഞു കേൾക്കുന്ന അമ്മൂമ്മയിൽ നിന്നാണ്. അപ്പം നാരായണ ഗുരുവിൻ്റെ ജീവിതം മുഴുവൻ അമ്മൂമ്മ ഒരു വലിയൊരു പുസ്തകം വായിച്ചതുപോലെയാണ് അമ്മൂമ്മ കഥകൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 7ാം ക്ലാസ്സിന് മുമ്പ് തന്നെ നാരായണ ഗുരുവിനെ പറ്റി വളരെ വിപുലമായ പരിചയം അമ്മൂമ്മ പറയുന്ന കഥകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്.
അപ്പോൾ ഈ കഥകൾ നമ്മുടെ ഉള്ളിൽ ഒരു എന്താ സാധ്യത, ഒരു ഉപമ പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു മഴ പെയ്യുന്നത് പോലെ, മഞ്ഞ് നിറയുന്നത് പോലെ കഥകൾ ഇങ്ങനെ ഒരു വന്ന് നിറയുക. ഖുറാനെ പറ്റി അമ്മ പറയും, ബൈബിളിനെ പറ്റി പറയും. അപ്പോൾ ഈ കഥകളെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ കാലത്ത് ഈ കഥകളിൽ ഒരുപാട് അത്ഭുത സിദ്ധികളുള്ള ദേവന്മാരെ പറ്റിയും മനുഷ്യന്മാരെ പറ്റിയും യോഗീശ്വരന്മാരെ പറ്റിയൊക്കെയാണ് അമ്മ പറയുന്നത്. അങ്ങനെ ഒരു അത്ഭുത സിദ്ധിയുള്ള മനുഷ്യനായി മാറുക എന്നുള്ളത് അമ്മമ്മയുടെ കഥകൾ കേട്ടപ്പോൾ നമുക്കും അങ്ങ് തോന്നി. അഭിലാഷം അങ്ങനെ അത്ഭുത സിദ്ധിയുള്ള ഒരാളായിട്ട് മാറണം. അങ്ങനെയാണ് ഈ പൂജ പഠിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പൂജ ചെയ്ത ഒരാളാണ് ഞാൻ. പൂജ ഒന്നും പഠിക്കുന്നില്ല, പക്ഷെ അമ്മമ്മ പറയുന്ന കഥകൾ കേട്ടിട്ട് സ്വയം പൂജകളൊക്കെ അങ്ങ് ചെയ്യുക. അപ്പം അന്ന് പ്രധാനപ്പെട്ട എൻ്റെ ഹോമം എന്ന് പറഞ്ഞാൽ തുളസിയില ഹോമമാണ്. വലിയ ഇഷ്ടിക കൊണ്ട് ഹോമം കൊണ്ടൊക്കെ കൂട്ടിയിട്ട് തുളസിയില പറിച്ചുകൊണ്ട് വന്ന് ഹോമം ചെയ്യുക. അന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി ഞാൻ ഇപ്പോഴും നന്നായിട്ട് ഓർക്കുന്നുണ്ട്. എൻ്റെ വിചാരം ഈ ഓം നമഃ ശിവായ മന്ത്രം ജപിച്ച ശിവൻ പ്രത്യക്ഷമാവുമെന്ന്. അങ്ങനെ ഒരു 7 ദിവസം അടുപ്പിച്ച് പാലും പഴവും മാത്രം കഴിച്ചൊരു മുറിയിൽ കയറിയിരുന്ന് ഓം നമഃ ശിവായ ജപിക്കുക. ശിവൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഇതാണ് അക്കാലത്തെ വിചാരം. ഇതൊരു 7ാം ക്ലാസ്സിന് മുമ്പുള്ള സംഭവമാണ്. അങ്ങനെ ഇത് തുടരുക. അങ്ങനെ വലിയ ശിവഭക്തനായി വലിയ രീതി ഭദ്രകാളി ആരാധന. ആ കാലത്ത് തന്നെയാണ് എൻ്റെ വീടിന് മുമ്പിൽ ഒരു ഗുരുമന്ദിരം. ഇതിപ്പോൾ ഗുരുക്ഷേത്രമായി മാറുന്ന ഗുരുമന്ദിരമാണ്. അപ്പോൾ എൻ്റെ ഈ ചെറുപ്പകാലം മുതലുള്ള ഈ ഒരു ഭക്തിപരമായ ചെറുപ്പകാലം കണ്ടിട്ട് അവിടെയും ഗുരുവിനെ പറ്റിയും ഒക്കെ അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് അവർ പതുക്കെ എന്നെ ഗുരുമന്ദിരത്തിലേക്ക് ക്ഷണിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഗുരുമന്ദിരത്തിൻ്റെ ഒരു കാര്യകർത്താവായിട്ട് നമ്മൾ ക്രമേണ അങ്ങ് മാറുക. സത്യത്തിൽ ഏറെക്കാലം അന്ന് ഗുരുമന്ദിരത്തിൽ ഈ ഞായറാഴ്ച തോറും കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഞായറാഴ്ച തോറും ഉള്ളൊരു ക്ലാസ് ഉണ്ട്. ഗുരുവിൻ്റെ കൃതികൾ, ജീവചരിത്രം ഇതൊക്കെ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുക. ആ കാലഘട്ടത്തിൽ കുട്ടികളെ ഗുരുവിൻ്റെ ജീവചരിത്രവും കൃതികളും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാനായിരുന്നു. അത് അതുവരെ സംഭവിക്കാത്തൊരു കാര്യമാണ്. ഇടവ സമുദായത്തിൽ പെടാത്ത ഒരാൾ SNDPയുടെ ഗുരുമന്ദിരത്തിൽ പോകുന്നു, ഗുരുവിൻ്റെ കൃതികളും ജീവചരിത്രവും ഒരു ഇരവേതരനായ ഒരാൾ പഠിപ്പിക്കുന്നു. അത് അസംഭാവ്യമായ ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്നത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അന്ന് കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ്റെ ബാലജന സഖ്യത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് SNDP യോഗത്തിൻ്റെ ബാലജന സഖ്യത്തിൻ്റെ ബാലയോഗം എന്നാണ് പറയുന്നത്, ബാലയോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. അത് പിന്നീട് ചരിത്രത്തിൽ ഒരിക്കലും പിന്നീട് ആവർത്തിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അന്ന് ശിവഗിരി മഠത്തിൽ നിന്നൊരു സന്യാസി ശിവഗിരിയിലേക്ക് വരികയും ശിവഗിരിയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തുകയും വലിയൊരു ദിവ്യ പ്രബോധന ധ്യാനം എന്ന് പറയുന്നൊരു പരിപാടിയൊക്കെ നടത്തുകയുണ്ടായി. അന്നും അതിലൊക്കെ വളരെ ആകർഷണമായിട്ട്, കാരണം ഗുരുവിൻ്റെ കൃതികളും കാര്യങ്ങളും ആണല്ലോ പഠിക്കുന്നത്. അതിനോടുള്ള ഒരു അഭിനിവേശം. സത്യത്തിൽ അതിനു മുമ്പ് എൻ്റെ മുമ്പിൽ ഒരു മാതൃകയില്ലല്ലോ. നമുക്കൊരു മോഡൽ വേണം. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, നമ്മൾ എന്തായി തീരണം എന്നതിനെ സംബന്ധിച്ച് എൻ്റെ മുമ്പിൽ ഒരു മോഡലും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ മുമ്പിൽ എന്തായി തീരണം, ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് എൻ്റെ മുമ്പിലുള്ളൊരു മോഡലായിരുന്നു സത്യത്തിൽ നാരായണ ഗുരു. വേറൊരു മോഡലില്ല. നമ്മൾ നോക്കുമ്പം കാണുന്നത് ഈ നാരായണ ഗുരുവിൻ്റെ ചിത്രമാണ് കാണുന്നത്. അന്ന് ഈ ഗുരുമന്ദിരത്തിൽ നാരായണ ഗുരുവിൻ്റെ ചിത്രം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ഉണ്ടായിരുന്നത്. അതിലെഴുതിയിരിക്കുന്ന വാചകം, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇതാണ് ഞാൻ ഏറ്റവും ആദ്യം ഗുരുവിനെ പരിചയപ്പെടുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എത്തുന്ന, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് എത്തുന്ന ആദ്യത്തെ വാക്യം, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നൊരു വാക്യമാണ് ആദ്യമായി മനസ്സിൽ സ്പർശിക്കുന്നത്. അതങ്ങനെ ആ ഒരു ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഒരു അകന്ന അമ്മാവൻ, അദ്ദേഹം എൻ്റെ ഈ ഒരു ഭക്തിപരമായ ഈ പരിപാടികളൊക്കെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവനെ തന്ത്രവും ജ്യോതിഷവും ഒക്കെ ഒന്ന് പഠിപ്പിച്ചാൽ വളരെ നന്നായിരിക്കും. അങ്ങനെയാണ് ഈ പിത്തമ്പിൽ മഠം കുമാരൻ നമ്പൂതിരി അദ്ദേഹത്തിന് കീഴിൽ തന്ത്രം പഠിക്കാനായിട്ട് എന്നെ വിടുന്നത്. അതേ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു മണികണ്ഠൻ പിള്ള എന്ന് പറയുന്ന ഒരു ഭാഗവതരുണ്ട്. അപ്പോൾ എനിക്ക് പുരാണം പഠിക്കണം എന്നുള്ള താല്പര്യം പറഞ്ഞപ്പോൾ അമ്മ എന്ത് ചെയ്തു, പുരാണങ്ങളെല്ലാം പഠിക്കാൻ മണികണ്ഠൻ പിള്ളയുടെ അടുത്തേക്ക് അയച്ചു. ജ്യോതിഷം അമ്മാവനും പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരേ സമയത്ത് തന്നെ തന്ത്രവും ജ്യോതിഷവും പുരാണങ്ങളും വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ തുടങ്ങി. അക്കാലത്തുണ്ടായ മറ്റൊരു പ്രത്യേകത, അതിൽ ഈ തന്ത്ര പാഠങ്ങൾ
ഇപ്പോൾ പൊതുവേ കേരളത്തിൽ പിന്തുടരുന്നത് ഏത് ധാരയാണ്? ഇപ്പോൾ ഉറച്ചു പോയത് ഒരു ബ്രാഹ്മണിക്കൽ ധാരയാണ് ഉറച്ചു പോയിട്ടുള്ളത്. പക്ഷേ അബ്രാഹ്മണികമായ ഒരു പാരമ്പര്യം വളരെ ശക്തമായിട്ട് കേരളത്തിലുണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മുമ്മ തന്നെ പിന്തുടർന്നത് ഒരു അബ്രാഹ്മണികമായ ആരാധനയായിരുന്നു. എൻ്റെ അമ്മുമ്മ ചൊവ്വാഴ്ച തോറും സ്വയം ഒരു ഭദ്രകാളിയായിട്ട് മാറും. സ്വയം ഒരു ഭദ്രകാളി. പുള്ളിക്കാരി ചൊവ്വാഴ്ചകളെല്ലാം അനുഗ്രഹിക്കുക എന്നാണ് പറയുന്നത്, ആവേശിക്കുക, അനുഗ്രഹിക്കുക. അപ്പം അന്ന് കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന അമ്മുമ്മയാണ്. അപ്പം അമ്മുമ്മ ചൊവ്വാഴ്ച ഒരു 7 മണി കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരി ഭദ്രകാളിയായിട്ട് അങ്ങ് മാറും. ഭദ്രകാളിയായിട്ട് മാറിയിട്ട് കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കും, അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കും. അങ്ങനെ പരിഹാരമായി. പിന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല, കാരണം ഭദ്രകാളി നേരിട്ട് വന്നിരിക്കുക അമ്മയുടെ ശരീരത്തെ. അപ്പം ഇത് ചെറുപ്പത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അമ്മൂമ്മ പറയുന്ന അമ്മൂമ്മയുടെ അപ്പൂപ്പൻ ഒരു വലിയ സിദ്ധനായ യോഗീശ്വരനായിരുന്നു. ആ ഒരു അനുഗ്രഹവും എനിക്ക് കിട്ടിയിട്ടുണ്ട്, കൊച്ചുമകനായി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അമ്മൂമ്മയുടെ ഒരു വിശ്വാസം. അപ്പോൾ ഒരു അബ്രാഹ്മണികമായ തന്ത്ര ആരാധന പാരമ്പര്യം നിലനിന്നിരുന്നു എന്ന് നമ്മൾ നേരിട്ട് കാണുന്നുമുണ്ട്. അല്ലെ, പൊതുവെ ഇന്ത്യക്ക് പുറത്താണല്ലോ ഈ ബുദ്ധിസ്റ്റ് തന്ത്രാസ് പൊതുവെ കാണുന്നത്. നമ്മൾ ടെസ്റ്റുകളൊക്കെ നോക്കുമ്പോൾ ഈ തൊട്ട അയൽ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ അതിൻ്റെ ഒരു പാരമ്പര്യം അധികം പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നാണ് പൊതുവെ ലിറ്ററേച്ചർ വായിക്കുമെന്ന് തോന്നുന്നില്ല. യഥാർത്ഥ പ്രാക്ടീസിൽ എന്താ നമ്മൾ പക്ഷേ നോക്കുമ്പോൾ കാണുന്നത് കേരളത്തിലാണ് 16-ാം നൂറ്റാണ്ടിൽ തന്ത്രസാര സംഗ്രഹം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. സ്വർണഗ്രാമ വാസുദേവന്റെ വളരെ വിപുലമായൊരു വ്യാഖ്യാനം ഈ തന്ത്രസാര സംഗ്രഹത്തിന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. തന്ത്രസാര സംഗ്രഹമാണ് വിഷനാരായണീയം എന്നറിയപ്പെടുന്ന ടെസ്റ്റ്. തന്ത്രസാര സംഗ്രഹത്തിന്റെ ആദ്യത്തെ 10 അധ്യായങ്ങളെ വിളിക്കുന്ന പേരാണ് വിഷനാരായണീയം. ഈ വിഷനാരായണി എന്ന് പറയുന്ന ടെസ്റ്റിൽ ഒരുപാട് ബുദ്ധദേവതകളെ പറ്റി പരാമർശമുണ്ട്. കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കുന്ന പ്രക്രിയ വിവരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. അത് വന്നിരിക്കുന്നത് ബുദ്ധജാതകമായ വിസവന്ത ജാതകത്തിൽ നിന്നാണ്. അതാണ് തന്ത്രസാര സംഗ്രഹത്തിലേക്ക് വന്നിട്ടുള്ളത്. പിന്നീട് നമ്മൾ കൃഷ്ണപരുന്ത് എന്ന് പറയുന്ന സിനിമയിൽ കാണുന്ന കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കുന്ന പ്രക്രിയയുടെ ഉൽപ്പത്തി കേന്ദ്രം ബുദ്ധതന്ത്രത്തിൽ നിന്നാണ്. തന്നെയല്ല, വ്യത്യസ്തമായ ആരാധനാ വ്യവഹാരങ്ങൾ നോക്കിയാൽ, പ്രത്യേകിച്ച് ബിംബങ്ങൾ പരിശോധിച്ചാൽ, ഇതെല്ലാം തന്നെ ഒരു ബുദ്ധ ആരാധനയുമായിട്ട് വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഒന്ന്, തന്ത്രസാര സംഗ്രഹത്തിൽ തന്നെ പറയുന്നൊരു വാക്യമുണ്ട്, മൈത്രീ കരുണാ മുദിതോ ഉപേക്ഷ മനസ്സി ഭാവയേത്. മൈത്രിയും കരുണയും മുദിതോ ഉപേക്ഷയും മനസ്സിൽ ഭാവന ചെയ്യണം. അത് കേരളീയമായ തന്ത്രഗ്രന്ഥത്തിന് ആശയം എവിടെ നിന്ന് വന്നു? ആശയം തീർച്ചയായും മൈത്രി എന്ന് പറയുന്ന, മുദിതം എന്ന് പറയുന്ന, കരുണ എന്ന് പറയുന്ന ആശയം ബുദ്ധിസത്തിൽ നിന്ന് വന്നതാണ്. അതിന് ശക്തമായ വേരോട്ടം നമുക്ക് കേരളത്തിൽ എമ്പാടും കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്ന അയ്യപ്പ ആരാധനയ്ക്ക് ബൗദ്ധ പാരമ്പര്യവുമായി അഗാധമായ ബന്ധം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കാളി ആരാധന പിൽക്കാലത്ത് വികസിക്കുമ്പോൾ തൊട്ടു മുമ്പ് ബൗദ്ധമായ ദേവി ആരാധനയുമായിട്ടും അതിന് വലിയ ബന്ധമുള്ളതായിട്ട് നമുക്ക് ഇതിനെയൊക്കെ ഈ പ്രാദേശികമായിട്ടുള്ള വകഭേദങ്ങൾ മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ബ്രാഹ്മണിക്ക് ആയിട്ടുള്ള ഒരു ആധിപത്യം ഈ രംഗത്ത് ഉണ്ടായിട്ടുണ്ടാവുക. ശ്രീശങ്കരൻ്റെ ഒരു സാന്നിധ്യവും അതിൻ്റെ ഇടപെടലിൻ്റെയും തുടർച്ചയാണോ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നോട്ടേക്ക് പോകുന്നുണ്ടോ ആ ചരിത്രം? ഫിലോസഫിക്കലായിട്ടും ഒക്കെ നോക്കിയാൽ ശങ്കരൻ്റെ ഒരു ഇടപെടൽ ഈ ബ്രാഹ്മണികമായ ഒരു ദാർശനിക വ്യവസ്ഥയെ സാമൂഹ്യമായിട്ട് ഉറപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ അതുവരെ കേരളത്തെ സംബന്ധിച്ച് പരിശോധിക്കുകയാണ്, കേരളത്തിൽ നിലനിന്ന ബഹുജന ആരാധനകളെ ബ്രാഹ്മണ്യം കടന്നു വന്നതോടുകൂടി വലിയ രീതിയിൽ അടിച്ചൊതുക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് മുന്നോട്ട്. തെയ്യം, തറ, അതിൻ്റെ ഒക്കെ ഒരു തുടർച്ചയിൽ തന്നെയാണല്ലോ ഇതൊക്കെ ഉള്ളത്. ഇപ്പം അമ്മൂമ്മ ഇങ്ങനെ പരിവർത്തിക്കപ്പെടുന്നതെന്ന് പറയുന്ന ആഴ്ചയിലൊരു ദിവസം, അതുപോലെ തന്നെ വർഷത്തിലൊരു ദിവസമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ തെറയൊക്കെ ഉണ്ടാവുന്നത്. അതും വളരെ പിന്നോക്ക സമുദായത്തിൽപ്പെടുന്ന ആളുകളാണ് മിക്കവാറും ഈ വേഷം കെട്ടി ആളുകളെ അനുഗ്രഹിച്ച് മുഴുവൻ ഒരു പ്രദേശത്തിൻ്റെ തന്നെ. ഞാൻ എൻ്റെ വീട്ടിൻ്റെ തന്നെ പരിസരത്ത് തൊട്ട് പിന്നിലായിരുന്നു അച്ചോളിത്തറ. ചെറുപ്പകാലം മുതൽ തന്നെ അത് കാണുന്നതാണല്ലോ. അപ്പം ആ വീട് തന്നെ പിന്നെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അവിടെ വർഷം നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മാറി, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് മൊത്തത്തിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇന്ത്യയിൽ തന്നെയും ഈ ബഹുവിധമായിട്ടുള്ള ആരാധനാ രീതിയും അതുമായി ബന്ധപ്പെടുന്ന ടെക്സ്റ്റുകളൊക്കെ ഏത് സന്ദർഭത്തിലായിരിക്കും ശരിക്കൊരു എക്സ്പ്രോപ്രിയേഷൻ എന്നൊക്കെ പറയുമല്ലോ,
മാർക്സൊക്കെ പറയുന്ന ഈ ഒരു തരം എന്താ പറയുക ഹൈജാക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ രീതിയിൽ കവർന്നെടുക്കുന്നത് ആ ഒരു പ്രക്രിയ നടന്നിട്ടുണ്ടാവുക ചരിത്രത്തിൽ. എനിക്ക് തോന്നുന്നു 8-ാം നൂറ്റാണ്ടോടുകൂടി ബ്രാഹ്മണ അധിനിവേശം കേരളത്തിൽ ഉറപ്പിക്കപ്പെട്ടു എന്നാണ് ചരിത്രകാരന്മാർ പൊതുവെ പറയുന്നത്. അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും ഒരു മധ്യകാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു രേഖയുണ്ട്, തിരുപ്പുലിയൂർ ഗ്രന്ഥവരി. തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിൽ കാണുന്ന ഒരു വാചകം ഈ ബ്രാഹ്മണാധിനിവേശത്തിൻ്റെ ഭീകരത തെളിയിച്ച് കാണിക്കുന്നതാണ്. അതിൽ പറയും, കൂന്തൽ എന്നൊരു ഭൂതം, അതിന് ശാസ്താവായി നിവേദ്യം. അപ്പൊ ബ്രാഹ്മണർ വരുന്നതിന് അവിടെ ഉണ്ടായിരുന്നത് കൂന്തൽ എന്ന് പറയുന്ന ഒരു ഭൂതമാണ്. കൂന്തൽ എന്ന് പറയുന്ന ഭൂതത്തെ ബ്രാഹ്മണർ എന്താക്കി മാറ്റി? ശാസ്താവാക്കി മാറ്റി. ഇങ്ങനെ ധാരാളം. ഇപ്പം മാടനെ ശിവനാക്കി മാറ്റി. ആയിരമണി വല്യച്ഛൻ എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ നാട്ടിൽ ആയിരമണി വല്യച്ഛൻ എന്ന് പറയുന്നൊരു ദേവത ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കാണുന്ന ആയിരമണി വല്യച്ഛൻ എന്തായി മാറി? ശിവനായി മാറി. ഇപ്പം ശിവൻ്റെ ഒരു ഫോട്ടോയാണ് മങ്കോട്ടച്ചിറ എന്ന് പറയുന്ന വിയപുരത്തിനടുത്ത്, വിയപുരത്തിന് എടത്വ എന്ന് പറയുന്ന സ്ഥലത്തിന് മധ്യമുള്ള ഒരു സ്ഥലമാണ് മങ്കോട്ടച്ചിറ. ഈ മങ്കോട്ടച്ചിറ എന്ന് പറയുന്ന മങ്കോട്ടച്ചിറ, ആ ചിറ സൂചിപ്പിക്കുന്നത് അതൊരു വലിയ പാടമാണ് എന്നുള്ള അർത്ഥത്തിലാണ്. വലിയ പാടമാണ്. ആ പാടത്തിൻ്റെ നടുക്കാണ് ഈ ആയിരമണി വല്യച്ഛനെ ആരാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അവിടെ ശിവൻ്റെ ഒരു രൂപമാണ്, ശിവൻ്റെ ഫോട്ടോ വെച്ചിരിക്കുക. അപ്പം ആയിരമണി വല്യച്ഛൻ ശിവനല്ല, അത് വേറൊരു ദേവതയാണ്. മാടൻ എന്ന് പറയുന്ന വേറൊരു ദേവതയാണ്. മാടനെ എന്താക്കി മാറ്റി? ശിവനാക്കി മാറ്റി. ഇങ്ങനെ വ്യത്യസ്തമായ ബഹുജനങ്ങളുടെ, ദളിതരുടെ, ആദിവാസികളുടെയൊക്കെ ആരാധനാമൂർത്തികളെ വലിയ രീതിയിൽ പരിവർത്തനം ചെയ്യിപ്പിച്ചിട്ടാണ് ബ്രാഹ്മണ്യം സ്വാംശീകരിച്ച് ഹൈജാക്ക് ചെയ്തിട്ടുള്ളത്. അതിന് ഇപ്പോൾ സഹായിക്കുന്നത് ദേവപ്രശ്നം എന്ന് പറയുന്നൊരു പരിപാടിയിലൂടെയാണ് ഈ സ്വാംശീകരണ പ്രക്രിയ ബ്രാഹ്മണ്യം വലിയ രീതിയിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കും. കാരണം ദേവപ്രശ്നം വെക്കുമ്പോഴത്തേക്കും ഈ കീഴാള ദേവതകളെല്ലാം ഏതെങ്കിലും ഈ ഹൈന്ദവമായ ദേവതാ സങ്കല്പങ്ങളുമായിട്ട് ചേർത്ത് വെക്കും. അങ്ങനെയാണ് മാടൻ, ദേവപ്രശ്നം, സ്വർണ്ണപ്രശ്നം, ഇതിനൊക്കെ ഈ സൈദ്ധാന്തികമായിട്ടുള്ള പിൻബലം വാസ്തവത്തിൽ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? കേരളത്തിൽ നമുക്ക് 1650 പ്രശ്നമാർഗം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടു. ഇടക്കാട് നമ്പൂതിരി രചിച്ച പ്രശ്നമാർഗം എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥമാണ് കേരളത്തിലെ ഈ ദേവപ്രശ്നത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ ടെസ്റ്റ്. പക്ഷെ പൊതുവെ ഇന്ത്യയിൽ ആകമാനമുള്ള ആഗമങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ദക്ഷിണേന്ത്യയിൽ ഒരാഗമത്തിലും ക്ഷേത്രങ്ങളിൽ ദേവപ്രശ്നം വെക്കണമെന്ന് പറയുന്നേ ഇല്ല. തമിഴ്നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണല്ലോ തമിഴ്നാട്. തമിഴ്നാട്ടിൽ ഒരു ക്ഷേത്രങ്ങളിലും ദേവപ്രശ്നം ഇല്ല. ഈ ദേവപ്രശ്നം എന്ന് പറഞ്ഞ പരിപാടിയുള്ള ഒരേ ഒരു സ്ഥലം കേരളമാണ്. കേരളം വിട്ട് ഒരു സ്ഥലത്തും ദേവപ്രശ്നമില്ല. ഉത്തരേന്ത്യയിൽ ഞാൻ ഒരുപാട് തവണ ഉത്തരേന്ത്യയിൽ പല ക്ഷേത്രങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രതിഷ്ഠാദി ക്രിയകൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന ദേവപ്രശ്നം എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ല. ജ്യോത്സ്യൻ്റെയും ജ്യോതിഷത്തിൻ്റെയും ഇടപെടൽ തന്ത്രത്തിൽ കാണുന്ന ഒരേ ഒരു സ്ഥലം കേരളമാണ്. വളരെ പ്രാചീനമായ ചില വൈഷ്ണവാഗമങ്ങൾ പരിശോധിച്ചാൽ പോലും സ്വയംഭുവ പഞ്ചരാത്രം, ദേവാമൃത പഞ്ചരാത്രം മുതലായ വളരെ പ്രാചീനമായ വൈഷ്ണവാഗമങ്ങൾ പരിശോധിക്കുമ്പോൾ പോലും അതിലൊന്നും ഉത്തമമായ മുഹൂർത്തം നിശ്ചയിച്ച് പ്രതിഷ്ഠിക്കുക എന്നതിൽ കവിഞ്ഞ് ജ്യോത്സ്യനെ വിളിച്ചിട്ട് വേണം ഇതൊക്കെ തീരുമാനിക്കാൻ എന്നൊരു വരി ആഗമങ്ങളിലോ പ്രാചീനങ്ങളായ വൈഷ്ണവ പഞ്ചരാത്രങ്ങളിലോ കാണുന്നില്ല. അതൊക്കെ തന്നെ പിന്നീട് കേരളീയ നമ്പൂതിരി ബ്രാഹ്മണ്യം സൃഷ്ടിച്ചെടുത്തതാണ്. അല്ല, ഈ വൈദിക പാരമ്പര്യം എന്നുള്ളത് കേരളത്തിൽ മാത്രമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വൈദിക പാരമ്പര്യത്തിൽ എന്ത് പറഞ്ഞാലും ചാതുർവർണ്ണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ഉത്തമാധമ ദ്വന്ദ്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബൈനറി യഥാർത്ഥത്തിൽ കേരളത്തിലും ഇന്ത്യയിലും വ്യാപകമായ ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പം അതിന് സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ അത് നമ്മുടെ കേരളത്തിൽ എനിക്കൊന്ന് ഒരു വളരെ അടുത്ത കാലത്താണ് ഇത്രമാത്രം ഈ യൂണിവേഴ്സലൈസേഷൻ ആ രീതിയിലുണ്ടല്ലോ, സാർവത്രികവൽക്കരണം ഈ രീതിയിൽ നടക്കുന്നത്. കാരണം പ്രാദേശികമായിട്ടുള്ള സംഗതികളൊക്കെ തന്നെ കംപ്ലീറ്റ് ഇല്ലാതാവുകയും ഇപ്പം നാരായണഗുരു തന്നെയും സമാന്തരമായ പ്രതിഷ്ഠകൾ നടത്തിയിട്ട് ഇപ്പം ലിഖിതം, കണ്ണാടി, വിളക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു പുതിയ ട്രഡീഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊക്കെ തന്നെ കംപ്ലീറ്റ് അപ്രത്യക്ഷമാകുന്ന രീതിയിലാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ശ്യാംകുമാർ പിന്നെ ഒരു രണ്ടാം പ്രബുദ്ധതാ പ്രസ്ഥാനമോ അല്ലെ ജ്ഞാനോദയ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ഇടപെടലാണ് ഇപ്പം നടത്തുന്നത്. ഇപ്പം ഇടപെടലുകൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിന് എന്തെങ്കിലും രീതിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ നമ്മുടെ കേരളത്തിൽ? അങ്ങനെ വല്ല പ്രതീക്ഷയുണ്ടോ? ഇപ്പം ഞാൻ കാണുന്ന ഒരു കാര്യം, ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വാസികളായിരിക്കുന്ന ഒരു സമൂഹം കൂടിയാണല്ലോ നമ്മുടേത്.
അപ്പോൾ അത്തരം ഒരു സമൂഹത്തിൽ നാരായണ ഗുരു ചെയ്ത കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ച നമുക്ക് സ്വീകരിക്കേണ്ടി വരും. ആ കാര്യത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. എൻ്റെ നാട്ടിൽ ബിയപുരത്തിനടുത്ത് പായിപ്പാട് എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടുത്തെ പുലേർ മഹാസഭ ഒരു കാര്യം തീരുമാനിച്ചത്, അവർക്കൊരു സങ്കേതം ഉണ്ടായിരുന്നു, ഒരു ക്ഷേത്ര സങ്കേതം. അവിടെ ശിവനെ ആരാധിച്ച് വരികയാണ്. അത് പമ്പയാറ്റിൽ നിന്ന് കിട്ടിയൊരു വിഗ്രഹം എടുത്തു വെച്ചാണ് ഇവർ പൂജിച്ച് വരുന്നത്. അപ്പോൾ അത് വലിയ ക്ഷേത്രമാക്കാൻ തീരുമാനിച്ചു. ക്ഷേത്രമാക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ അവർ എന്നെ സമീപിച്ചു. അപ്പോൾ ഇത് ക്ഷേത്രപ്രതിഷ്ഠ നടത്തണം, കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ദേവപ്രശ്നം വെക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വരുന്നത്. ദേവപ്രശ്നം വച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏതെങ്കിലും ഒരു നമ്പൂതിരി പ്രതിഷ്ഠിക്കണം എന്നായിരിക്കും തീർച്ചയായിട്ടും ദേവപ്രശ്നം എടുക്കുന്ന ജ്യോത്സ്യർ പറയുക. കാരണം ബ്രാഹ്മണനെ പ്രതിഷ്ഠിക്കാൻ പാടുള്ളൂ എന്ന വിശ്വാസം കേരളീയ സമൂഹത്തിൽ ഊട്ടി ഉറപ്പിച്ചത് ജ്യോത്സ്യന്മാർക്ക് നിസ്സീമമായ പങ്കുണ്ട്. അവരാണ് ഈ ബ്രാഹ്മണ്യത്തെ ഇത്രയധികം ഊട്ടി ഉറപ്പിച്ചത്. അപ്പോൾ എന്നെ സമീപിച്ചാൽ ഞാൻ പറഞ്ഞ കാര്യം, ഒരു കാരണവശാലും ഒരു നമ്പൂതിരിയെ കൊണ്ടോ ഒരു ബ്രാഹ്മണനെ കൊണ്ടോ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുവാൻ പാടില്ല. അപ്പോൾ ആളുകൾക്കെല്ലാം ആവില്ല. പിന്നെ എന്ത് ചെയ്യും? കാരണം ഈ വാസ്തു പരിശോധിക്കണം, വിഗ്രഹത്തിൻ്റെ കണക്ക് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ചെയ്തൊരു കാര്യം വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ കണക്കുകളൊക്കെ ഞാൻ കൊടുക്കുകയും വിഗ്രഹത്തിൻ്റെ കണക്കുകളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊണ്ട് തന്നെ ക്ഷേത്ര പ്രതിഷ്ഠ അവിടെ നടത്തി എന്ന് മാത്രമല്ല, അന്നത്തെ ദിവസം ഒരു ബ്രാഹ്മണ്യ വിരുദ്ധ പ്രഭാഷണം അവിടെ നടത്തുകയും ചെയ്തു. എങ്ങനെയാണ് ബ്രാഹ്മണ്യം നമ്മുടെ സമൂഹത്തെ വിഴുങ്ങുന്നത് എന്ന് 1 മണിക്കൂർ നീണ്ടുന്ന ഒരു സെമിനാർ തന്നെ അവിടെ സംഘടിപ്പിച്ചു ഈ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഒരു മാറ്റം വരുത്താൻ കഴിയും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു അവർണ പാരമ്പര്യത്തെ, ആരാധനാ സംബന്ധിയായ അവർണ പാരമ്പര്യത്തെ വീണ്ടെടുത്തു കൊണ്ടുവരികയും എന്താണോ പൂർവ്വകാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് ആ കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. നമ്പൂതിരിയെ കൊണ്ടുവന്ന് പുതിയ താന്ത്രികമായ പൂജാവിധാനങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പുതിയ വ്യവഹാരവും പദ്ധതി നമുക്ക് നിർമ്മിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയും കൂടെ മാത്രമേ നമുക്ക് ഈ ബ്രാഹ്മണ്യ ആരാധന നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നതിനെ തടയിടാൻ പറ്റത്തുള്ളൂ. കേവലമായ അതിനോടുള്ള വിമർശനം കൊണ്ട് മാത്രം അതിനെ തടയിടാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ധാരാളം വിശ്വാസികളുള്ളൊരു സമൂഹമാണ്. അങ്ങനെ വിശ്വാസികളുള്ളൊരു സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം? വിശ്വാസികളുള്ളൊരു സമൂഹത്തിൽ ബ്രാഹ്മണ്യത്തിൻ്റെ പാരമ്പര്യത്തെ വിശ്വസിക്കാത്ത ഒരു അബ്രാഹ്മണികമായ ഉള്ളടക്കമുള്ള ഒരു പാരമ്പര്യത്തെ നമുക്ക് അവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റണം. അത്തരം ഒരു പാരമ്പര്യത്തെയാണ് നാരായണ ഗുരുസ്വാമികൾ നിർമ്മിച്ചെടുത്തതെന്നാണ് ഞാൻ. അതെ, അതിൽ പ്രത്യേകിച്ച് വലിയ സംഘർഷത്തിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഈ നമ്മളിപ്പം ഈ ജ്ഞാനോദയത്തെ സംബന്ധിക്കുന്ന ഈ നിർവചനം ലോകത്തിൽ നിലനിൽക്കുന്നത് ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഹെജിമോണിക്കായിട്ടുള്ള അല്ലെങ്കിൽ അതായത് ആശയാധികാര വ്യവസ്ഥ എന്നുള്ള ഒരു വ്യവസ്ഥക്കെതിരായി വരുന്നൊരു ചിന്തയാണല്ലോ നവോത്ഥാനം എന്നുള്ളത്, അല്ലെങ്കിൽ പ്രബുദ്ധതാ പ്രസ്ഥാനം, ജ്ഞാനോദയം, എൻലൈറ്റൻമെൻറ്റ് എന്നൊക്കെ ലോകത്ത് നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും ഒരു മെറ്റീരിയലിസ്റ്റിക് ഒന്നുമല്ല ടോട്ടലി. ഇനി ഇറ്റലിയിൽ നോക്കിയാലും ജർമ്മനിയിൽ നോക്കിയാലും വേൾഡ് വൈഡായി തന്നെ യൂറോപ്യൻ ഇത് നോക്കിക്കഴിഞ്ഞാലും എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത് കാൻ്റൊക്കെ പറയുന്ന പോലെ ആളുകൾ നിവർന്ന് നിന്ന് സംസാരിക്കാൻ വേണ്ടി, പബ്ലിക്കിൽ സംസാരിക്കാൻ വേണ്ടി ഈ നിലനിൽക്കുന്ന വ്യവസ്ഥയെ, ആശയാധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നതിനാണ് അവരൊക്കെ അങ്ങനെ തന്നെ നിർവഹിച്ചിട്ടുള്ളത്. കാൻ്റൊക്കെ എന്താണ് പ്രബുദ്ധത എന്നുള്ള ലേഖനം തന്നെ ഉണ്ട് കാൻ്റെ. അപ്പോൾ ആ നൂറ്റാണ്ടിൽ തന്നെ നമുക്ക് കാണാൻ ഈ ഒരു മാനദണ്ഡം വെച്ച് നോക്കിയാൽ നാരായണ ഗുരുവാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഈ ജ്ഞാനോദയ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഈ ട്രഡീഷൻ പൊളിക്കുന്നത്. ഏത് ബ്രാഹ്മണർ ആണിത് ചെയ്യേണ്ടത് എന്നുള്ള നിലനിൽക്കുന്നൊരു വിശ്വാസ വ്യവസ്ഥയെ ആദ്യമായി നാരായണ ഗുരുവാണല്ലോ. മറ്റു ഒരുപാട് വ്യക്തികൾ പല സ്ഥലത്തും സമരോത്സവമായി ഇടപെട്ടിട്ടുണ്ടാകും. പക്ഷേ നാരായണ ഗുരുവിൻ്റെ ഇടപെടലാണ് കേരളം മുഴുവൻ ഇങ്ങനൊരു ചിത്രം നൽകുന്നത്. ഇതിന് ബ്രാഹ്മണരെ ആവശ്യമില്ല, പൂണൂലിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു സന്ദേശം. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയിൽ പിന്നീട് നമുക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അത് നാരായണ ഗുരുവിനെ അർഹിക്കുന്ന വിധത്തിൽ അടയാളപ്പെടുത്താനും വളരെ വൈകിപ്പോയി എന്നുള്ളതാണ്. നാരായണ ഗുരുവിൻ്റെ ഈ ചില സ്തോത്രങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ മാത്രം കുടുങ്ങി അതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. മറിച്ച് നാരായണ ഗുരു തന്നെ സ്വയം പരിവർത്തിക്കപ്പെട്ടത് എങ്ങനെയാണെന്നും അത് മുന്നോട്ട് വെച്ചൊരു ദാർശനിക ഭൂമിക എന്താണെന്നൊക്കെ ആ രീതിയിൽ മനസ്സിലാക്കുകയാണ്. എനിക്കൊന്ന് അതിൻ്റെ ഒരു തുടർച്ചയിൽ ഈ പറയുന്നതിന് സാങ്കത്യം ഉണ്ടെന്നാണ്. കാരണം സമാന്തരമായ പ്രതിഷ്ഠകൾ, സമാന്തരമായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതിനൊക്കെ തന്നെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സാമ്പ്രദായിക അടിസ്ഥാനത്തിലുള്ള യുക്തിവാദ സമീപനമായിട്ട് പൊരുത്തപ്പെടണമെന്നില്ല.
പക്ഷേ സമൂഹം എന്നുള്ള ആളാണ് നമ്മുടെ മുമ്പിലുള്ളത്. മാത്രമല്ല അവിടെ ഈ ആധിപത്യ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആധിപത്യ വ്യവസ്ഥ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രാഹ്മണികം ആണ്. അവരുടെ എണ്ണത്തിൻ്റെയും വണ്ണോ ഒന്നുമല്ലല്ലോ പ്രശ്നം. നമ്മളിപ്പോഴും ഈ പറയുന്ന ദൈവികമായ കാര്യങ്ങൾക്കുള്ള അധികാരം എവിടെ നിൽക്കുന്നു? അതിപ്പോൾ എന്തൊരു സംഭവം എഴുതിയല്ലോ, ഈ ഏതൊരു ക്ഷേത്രത്തിലൊരു കാര്യം, ശ്യാംകുമാർ കൂടൽമാണിക്യം അല്ലേ? അത് യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? ഈ സത്യത്തിൽ മാഷിഫായി പറഞ്ഞു തുടങ്ങിയ നാരായണ ഗുരുവിൽ നിന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ ദുഃഖകരമായ നിലയിലാണ് എത്തി നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം കേരളത്തിലാണ് ഇരിങ്ങാലക്കുടയ്ക്കടുത്ത്, ഇരിങ്ങാലക്കുടയിൽ ഈ കൂടൽമാണിക്യം എന്ന് പറയുന്ന ക്ഷേത്രം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം, കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ കഴകക്കാരനായിട്ട് നിയമിക്കപ്പെട്ടു. അവിടെ ചെന്നു. ഇദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് നിയമിച്ചതാണ്. പക്ഷേ നിയമനം കിട്ടി അദ്ദേഹം അവിടെ ചെന്നപ്പോൾ തന്ത്രിമാർ ഈഴവൻ അവിടെ കഴകക്കാരനായിരിക്കുന്നിടത്തോളം അവർ പൂജാതി കർമ്മങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം തുടങ്ങുക ചെയ്തത്. സത്യത്തിൽ ഇവർക്ക് ഈ ബ്രാഹ്മണ തന്ത്രിമാർക്ക് അവർ ചെയ്യുന്ന പൂജാതി കർമ്മങ്ങളോട് ഒരു ആത്മാർത്ഥത ഇല്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത്? ഇവർ പറയുന്നത് പൂജയോട് ഇവർക്ക് വലിയ ആത്മാർത്ഥതയാണെന്ന്. പക്ഷേ ഇവർക്ക് യാതൊരു ആത്മാർത്ഥതയും പൂജാതി കർമ്മങ്ങൾക്കോടില്ല എന്നും ഇവർ തനി ജാതിവാദികളാണെന്ന് തെളിയുന്നൊരു സന്ദർഭമാണിത്. ബ്രാഹ്മണരെ പറ്റി പൊതുവെ പറയുമ്പോൾ ബ്രാഹ്മണരെല്ലാം പരമസാത്വികരാണ്, പരമരായ ശാന്തസ്വരൂപികളാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത്രമാത്രം ജാതിവെറിയന്മാരെ നമ്മൾ കാണുന്നത് എവിടെയാണ്? കൂടൽമാണിക്യത്തെ ബ്രാഹ്മണ തന്ത്രിമാർ തനി ജാതിവെറിയന്മാരും തനി യാഥാസ്ഥിതികരുമായിട്ട് കേരള സമൂഹത്തിന് മുമ്പ് വന്ന് ഭീകര സ്വത്വങ്ങളായിട്ട് നിൽക്കുക. സത്യത്തിൽ ഇവരും ഗാന്ധിയെ കൊന്ന ഗോഡ്സെയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അതല്ല, ഇവിടെ കേരളത്തിലെ ഒരു മന്ത്രിക്ക് പോലും ഈ മോശമായ അനുഭവം ഉണ്ടായി. അതും ബ്രാഹ്മണർ തന്നെയാണ് ചെയ്തത്. അപ്പം നാരായണ ഗുരുസ്വാമി പറയുന്നുണ്ടല്ലോ, എന്നെ ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന. ബ്രാഹ്മണാദി ഭേദങ്ങ രൂപങ്ങൾ നിലനിൽക്കുന്നില്ല, എന്നിട്ടും അവർ ബ്രാഹ്മണരാണെന്ന് അവകാശപ്പെടുക. നമുക്കിപ്പോഴും കേരളത്തിലുള്ള ആളുകൾക്ക് ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഞങ്ങൾ ബ്രാഹ്മണ്യത്തിനെതിരാണ്, ബ്രാഹ്മണർക്കെതിരല്ല. അവരെന്തുകൊണ്ടാണ് ബ്രാഹ്മണരാണെന്ന് അവകാശപ്പെടുന്നത്? അവർ മനുഷ്യരാണെന്ന് അവകാശപ്പെടുകയല്ലേ വേണ്ടത്? അത് നമ്പൂതിരിമാരെ മനുഷ്യരെ ആവണം എന്നുള്ളത് ഈ EMSന്റെ പ്രഭാഷണം 1944 ഓങ്ങല്ലൂർ പ്രസംഗം. മനുഷ്യരാവണം എന്ന് പറഞ്ഞാൽ അപ്പം മനുഷ്യരല്ല എന്നുള്ളതാണ്. ഇപ്പോഴും അതേ അവസ്ഥയിലാണ് ഈ പറയുന്ന കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ സംഭവം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല പക്ഷേ, കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈ ഈഴവനെ കഴകക്കാരനാക്കിയെന്ന് മാത്രമല്ല പ്രശ്നം. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ കൂടിയാട്ടം അവതരിപ്പിക്കാവൂ എന്ന് പ്രത്യേക ഹൈക്കോടതിയിൽ പോയി പ്രത്യേകം ഉത്തരവ് വാങ്ങിച്ച ആളുകൾ കൂടിയാണ് ഈ കൂടൽമാണിക്യത്തിലുള്ള അധികാരികളെന്ന് കൂടി നമ്മൾ കാണണം. അപ്പോൾ അമ്മന്നൂർ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ മാത്രം കൂടിയാട്ടം കളിച്ചാൽ മതി. വേറെ ആരും, വേറെ ഒരു സമുദായത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട ആളുകൾ അവിടെ കൂത്തും കൂട്ടിയാട്ടവും അവതരിപ്പിക്കാൻ പാടില്ല. ഇത് നടക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? 21-ാം നൂറ്റാണ്ടിലാണ് ഈ തനി അതിഭീകരമായ ജാതി യാഥാസ്ഥിതികത്വം വേഷം കെട്ടി ആടുന്നത് നമ്മുടെ കേരളത്തിൽ. അപ്പം ഇത് നാരായണ ഗുരു പറഞ്ഞ എന്താണ്? സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നാണ് ഗുരു ക്ഷേത്രത്തെ സങ്കല്പിച്ചത്. അത് പരമ്പരാഗതമായ ക്ഷേത്ര സങ്കല്പത്തെ പൊളിക്കുന്ന ഒന്നായിരുന്നു. പക്ഷെ ഇപ്പം എന്താണ് നമ്മൾ കാണുന്നത്? ജാതിബ്രാഹ്മണ്യത്തിൻ്റെ ഇരിപ്പിടങ്ങളായിട്ട് ക്ഷേത്രങ്ങളെ മാറ്റിയെടുക്കുക. ഗുരുവായൂരിൽ ഒരു പാചകക്കാരനാകണമെങ്കിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് പറയുന്നു. ശബരിമലയിൽ എന്താണ് കണ്ടത്? ശബരിമലയിൽ ഒരു നമ്പൂതിരി ബ്രാഹ്മണന് മാത്രമേ പൂജാരിയാകാൻ കഴിയൂ. വിഷ്ണുനാരായണൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾ എനിക്ക് കൂടി അപ്ലൈ ചെയ്യണം, അതിന് കോടതി അനുവദിക്കണമെന്ന് കോടതി കേസുമായിട്ട് പോയപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് പോയത് ബ്രാഹ്മണ തന്ത്രിമാരുടെ കൂട്ടായ്മയായ അഖില കേരള തന്ത്രി സമാജമാണ്. എന്നിട്ടും ബ്രാഹ്മണർ നമുക്ക് കേരളീയർക്ക് സാത്വികരാണ്. അത് ഈ കഴിഞ്ഞ ദിവസം ഈ MK സ്റ്റാലിൻ്റെ ഭാഷയുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു പ്രിവിലേജ് ഉണ്ടെങ്കിൽ, ഒരു പ്രിവിലേജ് അനുഭവിക്കുന്ന ഒരു വിഭാഗമോ ആയാലും വ്യക്തിയായാലും സമത്വം എന്നുള്ളത് പീഡനമായിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങൾ പ്രിവിലേജ് നഷ്ടപ്പെടുകയാണല്ലോ. അത് വാസ്തവത്തിൽ അത് നമ്മുടെ ഇദ്ദേഹം പറയുന്ന പോലെ മറ്റേ ഈ ഡിസംബോഡിയുടെ ഒരു ഫെനോമിനൻ അല്ലല്ലോ ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ആളുകളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളും നിലനിൽക്കുന്നതുകൊണ്ട് കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വിമർശനം ചില ആളുകൾ
അനിവാര്യമായിട്ട് സംബോധന ചെയ്യേണ്ടി വരും. ഇത് ബ്രാഹ്മണ്യത്തിനെ തന്നെയാണ് എതിർക്കുന്നത്, പക്ഷെ അത് കൊണ്ടു നടക്കുന്ന ബ്രാഹ്മണരെ അത് ബാധിക്കുമല്ലോ. അതെ, തീർച്ചയായിട്ടും അത് സ്വാഭാവികമായിട്ട് ആണല്ലോ. അപ്പോൾ അത് കൊണ്ടു നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം നമ്മളിപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ നാരായണഗുരുവിൻ്റെ ഒക്കെ ഈ പറയുന്ന അപരപ്രിയം എന്നുള്ളത് ഇപ്പം ആവർത്തിച്ച് എഴുതുന്നൊരു പ്രമേയമാണല്ലോ ശ്യാമ്. ഈ അപരപ്രിയം എന്നുള്ളത് ഇന്ത്യ പോലത്തെയും കേരളം ലോകത്ത് തന്നെയും വളരെ ഈ സാങ്കത്യമുള്ള ഒരാശയമാണല്ലോ യഥാർത്ഥത്തിൽ. നമ്മളിപ്പോൾ അപരവൽക്കരണം അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് കൊണ്ടുപോകാണല്ലോ. എല്ലാവരും മറ്റുള്ള ആളുകളെ ദൂരെ നിർത്തുക, ശത്രുവായി നിർത്തുക, പൗരത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുക, ഇങ്ങനെ എല്ലാ ഘടകത്തിൽ നോക്കിയാലും ഇപ്പം കയറാവുന്നത് ഇപ്പം നമ്മളിപ്പോൾ വൈക്കത്തെ സത്യാഗ്രഹമൊക്കെ നടന്ന് വലിയ മാറ്റമൊക്കെ വഴി പോകാനൊക്കെ ഉണ്ടായി. പക്ഷെ ആ ടെമ്പിളിൻ്റെ അകത്ത് ഇപ്പോഴും പ്രവേശനം ഇല്ല എന്ന് മാത്രമല്ല പ്രത്യേക വഴികൾ ഈ പറയുന്ന പൂജാരികൾക്ക് പ്രത്യേക വഴിയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് അടുത്ത കാലത്തൊക്കെ ചില ലേഖനങ്ങളിലൊക്കെ വെച്ചത്. അല്ല അതിപ്പോഴും അതേപടി തന്നെയാണോ? അതേ രീതിയിൽ തന്നെയാണ്. വൈക്കം ക്ഷേത്രത്തിൽ ഇപ്പോഴും ഒരു നമ്പൂതിരി ബ്രാഹ്മണന് മാത്രമേ പൂജാരിയാകാൻ കഴിയൂ. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയുള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പം നോക്കൂ, ഇപ്പം വൈക്കം ക്ഷേത്രത്തിൽ ചെന്നാൽ നമ്പൂതിരി പോകുന്ന വഴിയിലൂടെ മാറ് എന്ന് ഒച്ചാട്ടുകളി ഇപ്പോഴും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കേൾക്കാം നമുക്ക്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ആ ഹൊയ് ഹോയ് വിളി അസ്തമിച്ചു എന്നാ. അസ്തമിച്ചിട്ടില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അത് സുരക്ഷിതമായിട്ടിരിപ്പുണ്ട്. അതുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലത്ത് തന്നെ ആ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ച മഹാന്മാർ പലരും പറഞ്ഞു, ജാതി വ്യവസ്ഥ വൈക്കം ക്ഷേത്രത്തിന് പുറത്തുനിന്ന് മാറിയിട്ടേ ഉള്ളൂ, അത് വളരെ സുരക്ഷിതമായി ക്ഷേത്ര ശ്രീകോവിലുണ്ട്, ജാതി വളരെ കൃത്യമായി ശ്രീകോവിലിനുള്ളിലുണ്ട് എന്ന് വൈക്കം സത്യാഗ്രഹ സമര പോരാളികളിൽ പലരും സൂചിപ്പിക്കുകയുണ്ടായി. അത് വളരെ കൃത്യമാണ്. ഇപ്പോഴും അത് വളരെ സുരക്ഷിതമായി നിലനിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഗുരു ആത്മോപദേശത്തിൽ പറയുമല്ലോ, നയം അതിനാല് നരന്നു നന്മ നൽകും, ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. അപ്പം കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ബ്രാഹ്മണ തന്ത്രിമാർ നാരായണ ഗുരുവിനെ പഠിക്കണം. എന്നിട്ട് അവരുടെ ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. അവരന് കൂടി സന്തോഷം ഉണ്ടാക്കുന്ന, അവരനെ കൂടി പരിഗണിക്കുന്നതായിരിക്കണം. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ബ്രാഹ്മണ്യം അപരപ്രിയത്വത്തിലല്ല, അപരഹിംസയിലാണ് നിലീനമായിരിക്കുന്നത്. ബ്രാഹ്മണ്യത്തിന് അങ്ങനെ മാത്രമേ കഴിയൂ. ബ്രാഹ്മണ്യം ഹൃദയത്തിൽ ആവാഹിച്ച ബ്രാഹ്മണർക്കും അങ്ങനെ മാത്രമേ കഴിയൂ. അതുകൊണ്ട് വി.ടി. ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ ഈ ബ്രാഹ്മണരെല്ലാം മനുഷ്യരാകണം. ഇന്ത്യൻ ഭരണഘടനയെയും ഭരണഘടനാ ധാർമ്മികതയെയും അവർ ബഹുമാനിക്കണം. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഒരു ഈഴവനെ പ്രവേശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചതിലൂടെ ബ്രാഹ്മണ തന്ത്രിമാർ ഇന്ത്യൻ ജനാധിപത്യത്തെയും ഭരണഘടനയും വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അതനുവദിച്ച ദേവസ്വം ബോർഡിൻ്റെ വിവിധ കമ്മിറ്റി അംഗങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുന്നില്ല എന്ന് കൃത്യമായി തെളിയിച്ചിരിക്കുന്നു. അടുത്തപക്ഷത്ത് തന്നെയുള്ള ആളുകളാണ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളത്. പക്ഷെ അവർക്ക് പോലും ഈ ബ്രാഹ്മണ തന്ത്രിമാരുടെ ഹിംസാത്മകമായ ഈ പ്രത്യയശാസ്ത്രത്തെ, അവരുടെ പ്രയോഗത്തെ തടയാൻ കഴിയുന്നില്ല. അപ്പം അവരാണ് പറയേണ്ടത്, ഒരു ബ്രാഹ്മണ്യത്തിന് വിധേയപ്പെടുകയാണോ അതോ ബ്രാഹ്മണ്യത്തെ ഇടതുപക്ഷക്കാർ പേടിക്കുകയാണോ എന്നാണ് കാണുന്ന ഒരു സാധാരണ പൗരന് തോന്നുന്നത്. എന്തിനാണ് ബ്രാഹ്മണ്യത്തെ ഭയപ്പെടുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ബ്രാഹ്മണ്യത്തിനെതിരെ പടനയിച്ചാണ് ജനാധിപത്യ കേരളത്തെ സാധ്യമാക്കിയത്. അതെ, തമ്പുരാനെന്ന് വിളിക്കില്ല എന്നുള്ളതായിരുന്നല്ലോ ഒരു കാലത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ. പി കൃഷ്ണപിള്ള മണിയടിച്ചു, AKGയെ പോലുള്ള ആളുകൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചു. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വന്ന പുരോഗമന പ്രസ്ഥാനത്തിൽപ്പെട്ട പല ആളുകളും ഇന്നിപ്പോൾ ബ്രാഹ്മണ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ കിടുകിട വിറയ്ക്കുകയും മുട്ടിടിക്കുകയും നമ്പൂതിരി ബ്രാഹ്മണ്യത്തിന് മുമ്പിൽ ദാസ്യവേല ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും ഹീനമായ കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് കൂടൽമാണിക്യം ക്ഷേത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുക. അപ്പോൾ ഒരു ബ്രാഹ്മണ സങ്കേതം ആയിട്ട് കൂടൽമാണിക്യം നിലനിൽക്കുന്നു. ആ ബ്രാഹ്മണ്യ സങ്കേതത്തെ യഥാർത്ഥത്തിൽ എല്ലാ ജനങ്ങൾക്കും ഉള്ള തുറന്നു കൊടുക്കുന്ന സങ്കേതങ്ങളായിട്ട്, ജനാധിപത്യ ഇരിപ്പിടങ്ങളായിട്ട് അതൊക്കെ മാറണം. എന്ന് പറഞ്ഞാൽ അവിടെ പോയി മറ്റെന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, ഭക്തരും വിശ്വാസികളുമായിട്ടുള്ള ആളുകളാണല്ലോ ചെയ്യുന്നത്. പക്ഷെ അതില്ല. ഈ ബ്രാഹ്മണരുടെ പാഠങ്ങളിലാണല്ലോ തത്വമസി പറയുന്നത്. ചാന്തോക്യ ഉപനിഷത്തിലെ തത്വമസി തത് ത്വമസ്, അത് നീയാകുന്നു എന്നാ. അത് നമ്മൾ മുഖവിലക്കെടുത്താൽ, അത് മാത്രം വാദത്തിന് വേണ്ടി മുഖവിലക്കെടുത്താൽ ഇവർ തത്വമസി എന്ന് പറയുന്ന വാചകമോ അതിൻ്റെ പ്രയോഗങ്ങളോ കൊണ്ട് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞല്ലോ, ഒരു കയ്യിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. അപ്പം അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ബ്രാഹ്മണ്യർക്ക്
അവർ ചെയ്യുന്ന പ്രവർത്തികളോട് പോലും യാതൊരുവിധ ആത്മാർത്ഥതയില്ലാതെ തെളിഞ്ഞു കഴിഞ്ഞു. മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടത്, ക്ഷേത്രപ്രവേശന വിളംബരം വന്നപ്പോൾ അതിനെതിരെ ഇരിങ്ങാലക്കുടയിൽ യോഗം ചേർന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തിനെതിരെ പ്രമേയം പാസാക്കിയവരുടെ പിൻതലമുറക്കാരാണ് ഇന്ന് കൂടൽമാണിക്യത്ത് സമരം ചെയ്ത ബ്രാഹ്മണ തന്ത്രിമാരെന്നുള്ള കാര്യം കൂടി നമ്മൾ കാണാതെ പോകരുത്. അത് വലിയ വലിയ ഭീകര പ്രശ്നമാണിത്. അത് ഈ ശ്രേണീബദ്ധമായിട്ടുള്ള ഒരു അസമത്വമാണല്ലോ ഇതിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഏറ്റവും മേൽത്തട്ടിലുള്ള ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഏറ്റെടുത്ത് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഈ ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി വർക്ക് ചെയ്യല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ജാതിയും തൊട്ടടുത്ത ജാതിയുമായിട്ട് ഉള്ളൊരു വൈരുദ്ധ്യം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നതായിട്ടാണ് സൂക്ഷ്മമായിട്ട് നമ്മൾ ഗ്രാമങ്ങളിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോലും അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആൾ തന്നെ അതിനേക്കാൾ പഴയ വിശ്വാസപ്രകാരം താഴെയാണെന്ന് കരുതുന്നത്. അങ്ങനെ താഴെ മുകളിൽ എന്നുള്ളത് ഇല്ല എന്ന് നമുക്കറിയാം. എന്നാലും അപ്പോൾ അവരെ ആ രീതിയിൽ സംബോധന ചെയ്യുകയും ആ രീതിയിൽ പലപ്പോഴും പരിഗണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ ഗ്രാമങ്ങളിൽ മുൻകാലങ്ങളിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ ഒരു ട്രഡീഷൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഒരു അപരപ്രിയ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബഹുസ്വര ജനാധിപത്യ മുന്നേറ്റം വാസ്തവത്തിൽ ഉണ്ടാവേണ്ടതില്ലേ? അത് ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന പോലെ യുക്തിവാദികളും ഭക്തിവാദികളും ഒക്കെ തന്നെ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അത് ഈ സവർണ ബ്രാഹ്മണിക ആശയം എന്നുള്ളതിന് ബദലായി ഈ രീതിയിലുള്ളൊരു ഒരു കോയലിഷൻ, ഒരു മുന്നണി ആ രീതിയിലൊക്കെ വരാനുള്ള സാധ്യത ഗ്രാമങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സാധ്യമാണോ? സാധ്യമാണെന്ന് തന്നെ ഞാൻ കരുതുന്നത്. പക്ഷെ നമുക്ക് സൂക്ഷ്മ സംസ്കാര സ്ഥലികളിൽ അതിൻ്റെ ഇടപെടൽ വേണ്ടി വരും. ഒരു ഉദാഹരണത്തിലൂടെ അത് വിശദമാക്കാം. ഒന്ന്, ഇപ്പോഴും മാഷിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ അടിത്തട്ട് സമൂഹത്തിലുള്ളവർ പോലും ഒരു ക്ഷേത്രത്തിൽ ഒരു നമ്പൂതിരി ബ്രാഹ്മണൻ തന്നെ പൂജാരിയായി വേണമെന്ന് അവരാഗ്രഹിക്കുന്നത്. തന്നെ തിരുമേനി എന്നാണ് വിളിക്കുന്നത്, തിരുമേനി. അപ്പോൾ ഇയാളുടെ മേനിയും മറ്റുള്ളവരുടെ മേനിയും തമ്മിൽ എന്താ വ്യത്യാസം? ഇയാളുടെ മേനി തിരുവാണ്, വളരെ വിശേഷപ്പെട്ട മേനിയാണ്. മറ്റുള്ളവരുടെ മേനിക്ക് എന്താ കുഴപ്പം? അതെല്ലാം വൊക്കാബുലറിയിൽ നിന്ന് പോയി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എങ്ങും പോയിട്ടില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഈ ഫ്യൂഡൽ നാടുവാഴിത്തത്തിൻ്റെ പ്രതീകമായ തിരുമേനി വിളി വളരെ ശക്തമായിട്ടുണ്ട്. ഈ തിരുമേനി വിളി വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ക്രിസ്ത്യൻ പുരോഹിതന്മാരും ഏറ്റെടുത്തിട്ടുണ്ട്. ക്രിസ്ത്യൻ പുരോഹിതന്മാരെ, ഉയർന്ന ക്രിസ്ത്യൻ, കോട്ടാൻകോട്ട് ഉയർന്ന ക്രിസ്ത്യൻ പുരോഹിതന്മാരെ വിളിക്കുന്നത് തിരുമേനി എന്നാണ്. അപ്പോൾ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കിടയിലേക്ക് തിരുമേനി വിളി എവിടുന്ന് വന്നു? അത് ബ്രാഹ്മണ്യത്തിൻ്റെ തിരുമേനി വിളിയാണ്. ആ തിരുമേനി എന്നുള്ള പദസ്വരൂപമാണ് ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാരും ഏറ്റെടുത്തിരിക്കുന്നത്. അവരെ ജനങ്ങൾ വിളിക്കുന്ന തിരുമേനി എന്നാ. അപ്പൊ എങ്ങനെയാണ് ഈ തിരുമേനി എന്നുള്ള സംബോധന തന്നെ അപരവൽക്കരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഏടാണ്. അപരവൽക്കരണം സൃഷ്ടിക്കുന്നതിന് പ്രധാനപ്പെട്ട ഏടാണ് തിരുമേനി എന്നുള്ള ആ സംബോധന തന്നെ. അത് ക്രിസ്ത്യൻ പുരോഹിതനെ വിളിക്കുന്ന തിരുമേനി എന്നുള്ള സംബോധനയാണെങ്കിലും ഈ നമ്പൂതിരി ബ്രാഹ്മണരെ വിളിക്കുന്ന തിരുമേനി എന്നുള്ള പ്രയോഗമാണെങ്കിലും മനുഷ്യർക്കിടയിൽ കൃത്യമായ ശ്രേണീകൃതത്വം ഉറപ്പിക്കുകയും ഇയാളുടെ ശരീരം മറ്റെല്ലാ മനുഷ്യരുടെ ശരീരത്തെക്കാളും ശ്രേഷ്ഠമാണെന്നും മറ്റുള്ളവരുടെ ശരീരം ആത്മാവില്ലാത്ത അഴുക്കുചാലുകളാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംബോധനയാണ് തിരുമേനി എന്ന് പറയുന്ന ഒരു പദപ്രയോഗം. ബ്രാഹ്മണരെ തിരുമേനി എന്ന് വിളിക്കാൻ മടിക്കുന്ന ആളുകൾ പോലും ചില ക്രിസ്ത്യൻ പുരോഹിതന്മാരെ തിരുമേനി എന്ന് വിളിക്കുന്നതിൽ ഒരു മടിയില്ലാത്തവരാണ്. പല നേതാക്കന്മാർ പോലും അങ്ങനെ. അതെ, അവർക്ക് ചിലപ്പം വലിയ പുരോഗമനവാദികളായിരിക്കും, ബ്രാഹ്മണ്യത്തോട് വലിയ യുദ്ധം ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അവര് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ കാണുമ്പോൾ തിരുമേനി എന്ന് വിളിക്കും. അത് ഈ ശുദ്ധി സങ്കല്പമായിട്ടും വേറെ രീതിയിൽ. അതെ, ശുദ്ധി സങ്കല്പമായിട്ട് വളരെ ആഴത്തിൽ കിടക്കുന്ന ഒരു ബന്ധം ഈ തിരുമേനി എന്ന് പറയുന്ന സങ്കല്പത്തിലുണ്ട്. കാരണം ഒരു ബ്രാഹ്മണന്റെ ശരീരം എന്ന് പറഞ്ഞാൽ അത് അതിശുദ്ധമായ ശരീരമാണ്. ആ ശരീരം മറ്റുള്ളവരെ തൊട്ടാൽ അവരിൽ നിന്നുള്ള അശുദ്ധി ഈ ശരീരത്തിലേക്ക് പ്രവഹിക്കും. ഇതാണ് ശുദ്ധിയുടെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ. കുഴിക്കാട്ട് വച്ചാന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ പറയും, വിപ്രോച്ചിഷ്ടം ജ ഗവ്യം ജ സപ്തൈതാഹ സ്ഥാനശുദ്ധയ. ഒരിടത്ത് ഒരു കീഴാളനാക്കപ്പെട്ട മനുഷ്യൻ, അല്ലെങ്കിൽ ദളിതരോ അല്ലെങ്കിൽ അയിത്തജാതിക്കാരാക്കപ്പെട്ട മനുഷ്യരോ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ അശുദ്ധി മാറ്റേണ്ടത് എങ്ങനെയാണെന്നാണ് കുഴിക്കാട്ട് വച്ച് വിവരിക്കുന്നത്. കുഴിക്കാട്ട് വച്ച് പറയുന്നത്, വിപ്രോച്ചിഷ്ടം ജ ഗവ്യം ജ സപ്തൈതാഹ സ്ഥാനശുദ്ധയ. അശുദ്ധി വന്ന സ്ഥാനത്ത് വിപ്രൻ്റെ, ബ്രാഹ്മണൻ്റെ എച്ചില് തളിക്കണം. തന്നെയല്ല, ബ്രാഹ്മണൻ്റെ എച്ചിലെടുത്ത് വിഗ്രഹത്തിൽ സ്പർശിക്കണമെന്ന് പോലും കുഴിക്കാട്ട് വച്ചിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ദൈവത്തെക്കാളും വലുതാണ് ബ്രാഹ്മണൻ്റെ എച്ചില്.
ബ്രാഹ്മണൻ കഴിച്ച എച്ചില് ദൈവത്തെക്കാളും ശ്രേഷ്ഠമായിട്ടാണ് കുഴിക്കാട്ട് വെച്ച ഈ കാണുന്നത്. മംഗലാപുരത്തൊക്കെ ഇപ്പോഴും ആ അനുഷ്ഠാനം ഉണ്ടല്ലോ ഉണ്ട്. മടയ സ്നാനം. അതെ അതെ. അതെ. അപ്പോൾ ഇതിൻ്റെ വേറെ രൂപമാണ്. അപ്പോൾ ഇത് കേരളീയർ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ കേരളീയർ ജനാധിപത്യ ശരീരികളാകണമെങ്കിൽ അത് ക്രിസ്ത്യൻ പുരോഹിതരെന്നോ നമ്പൂതിരി ബ്രാഹ്മണരെന്നോ ഭേദമില്ലാതെ അവരെ നമുക്ക് ആദരസൂചകമായ മറ്റു പ്രയോഗങ്ങൾ കൊണ്ട് അവരെ സ്നേഹിക്കാനും ആദരിക്കാനും ഈ കഴിയും. പൗരോഹിത്യം ഒരു വർഗം എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്ന ഒരുതരം എലൈറ്റിസം ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. അത് വാസ്തവത്തിൽ ഡിമോളിഷ് ചെയ്യേണ്ട ഒരു അനിവാര്യതയാണല്ലോ. മാത്രമല്ല ഇതിൻ്റെ ഈ അടിസ്ഥാനം സാമ്പത്തികമാണെങ്കിലും പ്രത്യയശാസ്ത്രം കൊണ്ടാണല്ലോ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ പ്രാകൃത മുതലാളിത്തം അല്ലെങ്കിൽ ആ രീതിയിലുള്ള അക്യുമുലേഷൻ, പ്രിമിറ്റീവ് അക്യുമുലേഷൻ്റെ ഒരു കാലത്താണല്ലോ നമ്മൾ ഈ മനുസ്മൃതിയോ അല്ലെങ്കിൽ അർത്ഥശാസ്ത്രമൊക്കെ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം. ആ രീതിയിലുള്ള ഒരു കാലത്താണ് ഈ ഗ്രേഡഡ് ഇക്വാലിറ്റിയൊക്കെ ഞാൻ മനസ്സിലാക്കിയ ആ രീതിയിലാണ്. അപ്പോൾ അത് പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഈ പ്രത്യയശാസ്ത്രം കൊണ്ടാണല്ലോ, സമ്പത്ത് കൊണ്ട് മാത്രമല്ലല്ലോ. സമ്പത്തിൻ്റെ വിന്യാസത്തിൽ മാറ്റം വരുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ആധുനിക മുതലാളിത്തവും അതിൻ്റെ വക്കറിയൊക്കെ വരുമ്പോൾ. അപ്പോൾ ഈ പ്രത്യയശാസ്ത്രപരമായ സമരം എന്നുള്ളത് ബഹുവിധമായി നടക്കേണ്ട ഒന്നാണ്. കാരണം ഒരു ഏകശിലാകേന്ദ്രിതമായിട്ട് അത് നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന് അതേ രീതിയിൽ തടയാൻ പറ്റുമെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബഹുസ്വരമായ രീതിയിൽ വേണം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും നാരായണഗുരുവൊക്കെ ആ രീതിയിലുള്ള ഈ സർവമത സമ്മേളനങ്ങളും അതിൽ ഭക്തിയുള്ളവരും ഇല്ലാത്തവരും വ്യത്യസ്ത വിശ്വാസ പ്രമാണങ്ങളെ പിന്തുടരുന്നവരും ഒക്കെ ഉണ്ടായി. 1924 സർവമത സമ്മേളനമൊക്കെ ആ രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തുടർച്ച ആയിരിക്കില്ലേ ഇനിയത്തെ ഒരു കാലം നമ്മുടെ സമുദായം അല്ലെങ്കിൽ സമൂഹം പൊതുവെ ആവശ്യപ്പെടുന്നത്? എന്താണ് അതിനെ പറ്റിയുള്ള തീർച്ചയായും മാഷിൻ്റെ നിരീക്ഷണം വളരെ ശരിയാണ്. നാരായണ ഗുരുസ്വാമികൾ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ സന്ദർഭത്തിൽ പറയുന്നത് രാമൻ്റെ മതം കൃഷ്ണനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇതേ ആശയം സർവമത സമ്മേളനത്തിൻ്റെ ആമുഖ പ്രഭാഷണത്തിൽ സത്യവ്രത സ്വാമികൾ പറയുന്നുണ്ട്. രാമൻ്റെ മതം കൃഷ്ണനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. രാമകൃഷ്ണന്മാർക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്നവർക്ക് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പരിതസ്ഥിതി സൃഷ്ടിക്കാനുള്ള അവസരം ഒരുക്കുക നമ്മൾ വേണ്ടത്. അതിന് പകരം രാമൻ്റെ മതം കൃഷ്ണനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. 25-ൽ CV കുഞ്ഞിരാമനുമായ സംഭാഷണത്തിൽ ഗുരുസ്വാമികൾ പറയും, രാമനൊരു മതം, കൃഷ്ണനൊരു മതം, രാമകൃഷ്ണന് മറ്റൊരു മതം. 20 കോടി ഹിന്ദുക്കൾക്ക് 20 കോടി മതം. മതം എന്നാൽ അഭിപ്രായമാണ്. അതേതാണെങ്കിലും ജാതിഭേദവും മതവിദ്വേഷവും കൂടാതെ ഒരുമിച്ച് കഴിയാമല്ലോ. ഇതായിരുന്നു ഗുരുവിൻ്റെ സന്ദേശങ്ങളുടെ കാതൽ. അപ്പം ഈ മതം ഏതും ആയിക്കോട്ടെ, പക്ഷെ ഒരുമിച്ച് കഴിയാമല്ലോ. ഏത് മതത്തിലും വിശ്വസിച്ചു, ഏത് മതത്തിൽ വിശ്വസിച്ചാലും നിങ്ങൾ മൂല്യം കൈവിടാൻ പാടില്ല എന്നാണ് ഗുരു പറഞ്ഞത്. ഗുരു 25-ലെ സംഭാഷണത്തിൽ തന്നെ CVയോട് പറയുന്നുണ്ട്, ക്രിസ്തു മതത്തിൻ്റെ സാരം സ്നേഹമാകുന്നു, ഇസ്ലാം മതത്തിൻ്റെ സാരം സാഹോദര്യമാകുന്നു. സ്നേഹമില്ലാതെ സാഹോദര്യവും സാഹോദര്യമില്ലാതെ സ്നേഹവും നിലനിൽക്കും എന്ന് വാദിക്കുന്നത് ഒരു വൃഥാവാദമാണല്ലോ എന്ന് ഗുരുസ്വാമികൾ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു ആശയത്തെ ഗുരു ദർശനത്തിലും സമാനമായിട്ടുള്ള അതെ കരുണാവാൻ നബി മുത്തുരത്നം എന്ന് ഗുരു പറയുന്നത് ആ സാഹോദര്യത്തിൻ്റെ കാതലെടുത്തുകൊണ്ടാണ്. പക്ഷേ ഈ ഗുരു അതിനെ കാണുന്നത് ഈ നിലയ്ക്കാണ്. പക്ഷേ ഈ പുതിയ വിമർശകർ കാണുന്നത് വേറെ നിലയ്ക്കാണ്. പുതിയ വിമർശകർ പറയും കരുണാവാൻ നബി മുത്തുരത്നം എന്ന് ഗുരു എഴുതി. അത് നമ്മൾ കൊണ്ടു നടക്കാൻ പാടില്ല. കാരണം നബി അങ്ങനെ കരുണാവാനൊന്നും ആയിരുന്നില്ല. പിന്നെ ഖുറാനുമായി ബന്ധപ്പെടുത്തിയ സംവാദത്തിലേക്കാണ് നമ്മൾ അതിനെ കൊണ്ടുപോകുക. നമ്മൾ അതല്ല ഇവിടെ കാണേണ്ടത്. അത്തരം വിമർശനങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇടമുണ്ട്. നിലനിൽക്കുന്ന സമൂഹവും അതിൻ്റെ അതിജീവനവും വളരെ പ്രധാനമാണ്. രാഷ്ട്രീയമായിട്ടും അതുപോലെ സാമൂഹ്യമായും സാമ്പത്തികമായും സാംസ്കാരികമായും ഒക്കെ ഉള്ള രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥ പ്രധാനമാണല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ മോശമായ അവസ്ഥയിലാണല്ലോ നാരായണഗുരു അയ്യങ്കാളിയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പ്രവർത്തിക്കാനും സന്നദ്ധമാകുന്ന ഒരുപാട് ആളുകൾ കേരളത്തിൽ ഉയർന്നു വരികയാണെങ്കിൽ ജൈവബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ പല സമുദായങ്ങളിൽ നിന്നും മുമ്പ് ഇപ്പം കാഞ്ചാലിയൊക്കെ നേരത്തെ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഈ പിന്നോക്ക സമുദായങ്ങളിൽ നിന്ന് ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് ഉണ്ടാവാത്തത് ഈ ബ്രാഹ്മണിക് ഐഡിയോളജിയെ കൗണ്ടർ ചെയ്യാൻ കഴിയാതെ പോകുന്നതിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം വിദ്യാഭ്യാസമൊക്കെ
ആ രീതിയിലേക്ക് ഇപ്പം ഒരുപാട് ആളുകൾ പഠിക്കുകയും ഉയർന്ന വിദ്യാഭ്യാസം കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു സാധ്യത വാസ്തവത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഒരു വശത്ത് നവഭാസം ഇന്ത്യൻ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് ഇതിൻ്റെ ഒരു സാധ്യതയും നമ്മളിപ്പം വലിയ രീതിയിൽ കാണുകയാണല്ലോ. അപ്പം അതിൽ എനിക്കൊന്ന് ശ്യാംകുമാറൊക്കെ നടത്തുന്ന ഒരു ഇടപെടൽ ഒട്ടനവധി ആളുകളുണ്ട്. ഇപ്പോൾ ശ്യാംകുമാറായിട്ടുള്ള നമ്മളുടെ സമ്പ്രദായമുണ്ട്, ശ്യാംകുമാറിൽ തന്നെ ഫോക്കസ് ചെയ്യണം. പക്ഷേ ശ്യാംകുമാറിൻ്റെ ഇടപെടൽ ഞാൻ കണ്ടെടുത്തോളം ഈ ഒരേ സമയത്ത് നാരായണ ഗുരുവിൻ്റെയും അതുപോലെ തന്നെ അംബേദ്കറുടെയും സന്ദേശങ്ങളെ ആന്തരവൽക്കരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഞാൻ എഴുത്തുകളിലും പൊതുവെ ഉപഭാഷങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരുപാട് ആളുകൾ ഏറ്റെടുത്താൽ മാത്രമേ എന്താവുള്ളൂ സമൂഹത്തിൽ. അതിൻ്റെ ഇപ്പം നാരായണഗുരുവൊക്കെ നിന്നുപോയതിൻ്റെ ഒരു കാരണം നാരായണഗുരുവിൻ്റെ അനുഭാവികളൊക്കെ തന്നെ നാരായണഗുരുവിനെ വെറുതെ ഒരു മിത്താക്കി അല്ലെങ്കിൽ ഒരു ബിംബമാക്കി മാത്രം മാറ്റുകയും ഈ സന്ദേശത്തെ മുഴുവൻ മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. അതേസമയത്ത് ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ഒരു കാലത്ത് ഈ സന്ദേശങ്ങൾ ഇപ്പം നമ്മൾ ഏത് ആശയമാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇത് ഏറ്റെടുക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ സാമൂഹിക വിഭാഗം എല്ലാ പ്രദേശത്തും ഉണ്ടായി വരികയാണെങ്കിൽ അതിനൊരു വലിയ റിസൾട്ട് ഉണ്ടാവും എന്ന് വേണം പ്രതീക്ഷിക്കാം. അപ്പോൾ ആ രീതിയിൽ സാമൂഹികമായ ഇടപെടൽ പ്രഭാഷണങ്ങൾക്ക് ഉപരി എങ്ങനെ നടത്താൻ കഴിയും എന്നുകൂടി ആലോചിക്കണം എന്നുള്ള ഒരു ഇത് ഞാൻ മുമ്പോട്ട് വെക്കുകയാണ്, ഒരു നിർദ്ദേശം. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞങ്ങ് പോയി, അവിടുന്ന് കേട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ പുരോഗമനപരമായ ഒരുപാട് ആശയം ഞങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്ത് മുമ്പൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ നടക്കുകയും ചെയ്യും. ഇതല്ലാതെ ഇതിനൊക്കെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇത് ഏറ്റെടുക്കുന്ന ഒരു തലമുറ ഇങ്ങനെ പിന്നാലെ വരുന്ന കൂടെ വരുന്ന ഒരവസ്ഥയും കൂടി യഥാർത്ഥത്തിൽ സംജാതമാവുകയാണെങ്കിൽ നമ്മളുടെ ഒരു ഭാവി വളരെ ഭാസുരാവും. അങ്ങനെ ഒരു പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു ഭാവി ഉണ്ടാവും. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സാധ്യത അല്ലെങ്കിൽ അന്വേഷണം വികസിപ്പിക്കാനുള്ള ആലോചനയും കൂടി നടത്തണം. അത് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നൊരു കാര്യം ഞാൻ മാഷിനോട് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്താണെന്ന് ചോദിച്ചാൽ സംശയരഹിതമായും പറയാൻ കഴിയും അത് ബ്രാഹ്മണിസമാണ്. ആ ബ്രാഹ്മണിസത്തെ പരാജയപ്പെടുത്താൻ അടിത്തട്ട് മുതലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി വരും. അതിലൊന്നാണ് ക്ഷേത്രങ്ങൾ ഒരിക്കലും നമ്പൂതിരി ബ്രാഹ്മണരെ വിളിച്ചുകൊണ്ടുവന്ന് പൂജ നടത്തുന്നതിൽ നിന്ന് വിലക്കണം. അതിനുവേണ്ടിയുള്ളൊരു സാംസ്കാരിക പ്രബുദ്ധതാ പരിപാടി, വിദ്യാഭ്യാസ യജ്ഞം അടിത്തട്ട് സമൂഹത്തിലുള്ള വ്യത്യസ്ത സമൂഹങ്ങൾക്ക് കൊടുക്കണം. ഈഴവരുൾപ്പെടെയുള്ള ആളുകൾ പൂജ പഠിച്ചിട്ട് പൂണൂലും ധരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. സത്യത്തിൽ പൂജ പഠിച്ച് ഈഴവർ ഒരു കാരണവശാലും പൂണൂല് ധരിക്കാൻ പാടില്ല. നാരായണഗുരു കളിയാക്കിയിട്ടുണ്ട് പൂണൂല് ധരിച്ച ആളുകളെ പറ്റി. ഈ വസ്ത്രം ഉപേക്ഷിക്കുന്നതിന് തന്നെ യഥാർത്ഥത്തിൽ ഈ പൂണൂല് അതെ അല്ലേ പ്രദർശിപ്പിക്കാന്നുള്ള ഒരു സംഭവമാണ്, ഒരു ഉദ്ദേശം അതിൻ്റെ ഒരു വഴിക്കുണ്ട്. അപ്പം നാരായണഗുരു സ്വാമികൾ പല നിലയ്ക്ക് പൂണൂലിനെ കളിയാക്കിയിട്ടുണ്ട്. പൂണൂൽ എന്തിനു കൊള്ളാതെ താക്കോല് കെട്ടാൻ കൊള്ളാം എന്ന് തൻ്റെ സ്വശിഷ്യന്മാരോട് സ്വഭക്തന്മാരോട് കരുണയിൽ കലർന്ന പരിഹാസത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാതൃകയാക്കിക്കൊണ്ട് പൂജ പഠിച്ച എല്ലാ പൂജാരിമാരും പൂണൂൽ ഉപേക്ഷിക്കണം. ഒരു പൂണൂൽ ബ്രാഹ്മണ്യത്തിൻ്റെ പ്രതീകം, ബ്രാഹ്മണ്യത്തിൻ്റെ പ്രതീകമായ പൂണൂൽ ഉപയോഗിക്കാൻ പാടില്ല. നാരായണഗുരു സ്വാമികൾ പൂണൂൽ ധരിച്ച് നടന്ന ഒരാളല്ലല്ലോ. അതുപോലെ തന്നെ ദളിത് സമുദായത്തിൽപ്പെട്ട ആരോമൽ എന്ന് പറയുന്നൊരു പൂജാരി ഉണ്ടായിരുന്നു. അദ്ദേഹം നാരായണഗുരുസ്വാമികൾക്ക് മുമ്പ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ആളാണ്. ആരോമൽ ഒരു പൂണൂലും ധരിച്ചുകൊണ്ടല്ല ശിവപ്രതിഷ്ഠ നടത്തിയത്. അപ്പം അങ്ങനെ അടിത്തട്ടിൽ നിന്ന് തന്നെ തങ്ങളുടെ ക്ഷേത്രങ്ങളും കാവുകളും കൊട്ടങ്ങളും ബ്രാഹ്മണ്യത്തിന് വിട്ടുകൊടുക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കാൻ അടിത്തട്ട് സമൂഹത്തിലുള്ളവർക്ക് കഴിയണം. അവർ പരമ്പരാഗതമായിട്ട് പ്രാർത്ഥനയ്ക്കും യജ്ഞങ്ങൾക്കും പ്രാർത്ഥനയും പരിപാടികളും ആരാധനകൾക്കും എന്താണോ ചെയ്തു വരുന്നത് അതുമാത്രം തുടർന്ന് ചെയ്യാവൂ എന്നുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രബോധന യജ്ഞങ്ങൾ സമൂഹത്തിൽ നടക്കണം. അതൊരു വഴിക്ക്. രണ്ട്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മനുഷ്യർ വിശ്വാസികളാണ്. പക്ഷേ ആ വിശ്വാസം, ആ പ്രാർത്ഥനകൾ ബ്രാഹ്മണ്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന പ്രാർത്ഥനകൾ ചൊല്ലാൻ പാടില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ രാമരാമ പാഹിമാം മുകുന്ദരാമ പാഹിമാം എന്ന് ചൊല്ലിയിട്ട് തൊട്ടടുത്ത വരിയിൽ പറയും ഭംഗിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ പാഹിമാം. അപ്പം ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വരുന്ന രാമനെ ഇനി ഞങ്ങൾ സന്ധ്യയ്ക്ക് സ്തുതിക്കുകയില്ല എന്നും നാരായണ ഗുരുസ്വാമികളുടെ ദൈവദശകമേ ഞങ്ങൾ ഇനി ആലപിക്കൂ എന്ന് തീരുമാനമെടുക്കാൻ കഴിയണം. നാരായണ ഗുരുവിൻ്റെ ദൈവദശകം മാത്രം ചൊല്ലണമെന്നല്ല. ആ നിലയിൽ ദൈവദശകമാണ് യഥാർത്ഥത്തിൽ ഇന്ന്
ആളുകൾക്ക് ലഭ്യമാക്കേണ്ടത്. അതെ അതെ അച്ചടിച്ച് നല്ല ബൈൻഡിങ്ങോടുകൂടി നല്ല വ്യാഖ്യാനത്തോടുകൂടി വേണമെങ്കിൽ ആളുകൾക്ക് ഭക്തജനങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു കൃതി എന്നുള്ള രീതിയിൽ അതെ മാറ്റാവുന്നതാണ്. അല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, പിന്നെ ഇറ്റലിയിൽ നിന്ന് ഇപ്പം ദൈവദശകത്തിൻ്റെ ട്രാൻസ്ലേഷൻ വന്നു, കണ്ടിട്ടുണ്ടാവുമല്ലോ. അതെ അതെ സബ്രീന ആണ് അയച്ചിട്ടുള്ളത്. ഇറ്റലിക്കാരി തന്നെയാണ്, ഭർത്താവ് മലയാളിയാണ്. അതുപോലെ ഈ പിന്നെ ദുബായിലെ ഒരു കവിയുടെ വീട്ടിൽ ഞാൻ പോയപ്പോൾ അദ്ദേഹം അകത്ത് പോയി ഈ ദൈവദശകത്തിൻ്റെ ട്രാൻസ്ലേഷനായിട്ട് വന്നു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പം അറബി ഭാഷയിലേക്ക്. അപ്പം പക്ഷെ ആ അർത്ഥത്തിൽ കേരളത്തിൽ ഈ നമ്മൾ സമാന്തരമായിട്ടുള്ള ഈ ടെക്സ്റ്റുകളെ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമവും നടത്തിയില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് പിന്നെ ഈ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പം എന്ത് റെപ്രസെൻ്റ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഭക്തജനങ്ങൾക്കായാലും ശരി, ഇനി ബിഷപ്പിനെ കാണുമ്പോഴായാലും ശരി, എന്ത് കൊടുക്കണം, ഏത് ടെസ്റ്റ് കൊടുക്കണം എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഇപ്പം ഈ മറ്റ് രാജ്യങ്ങളിലെ കവികൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുകയും നമ്മൾ തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു നേരെ അനുഭവമായിട്ട് തന്നെ എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് ശ്യാം പറഞ്ഞ് വളരെ പ്രസക്തമാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയേണ്ടതുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ശ്യാമിൻ്റെയൊക്കെ ഇടപെടൽ തീർച്ചയായും ആ രീതിയിലുള്ളൊരു മുന്നേറ്റത്തിന് വഴിയൊരുക്കും തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സംഭാഷണം അടുത്ത പരിപാടിക്ക് പോകേണ്ട സമയമായതുകൊണ്ട് അല്ലേ, എല്ലാ ഒരു കൺക്ലൂഡിങ് വേണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നിർത്താം. ഇപ്പം ഞാൻ കാണുന്നൊരു കാര്യം, ഈ നാരായണ ഗുരു അതുവരെ നിലനിന്ന ദൈവസങ്കല്പങ്ങൾ വ്യത്യസ്തമായിട്ട് ദൈവദശകത്തിൽ പറയുന്നത് ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെന്നാണ്. അതുവരെയുള്ള ക്ഷേത്രസങ്കല്പങ്ങളിലെ ദൈവങ്ങളെ ഒന്ന് തൊട്ടുകൂടാ, നമ്മുടെ കയ്യെ പിടിക്കുന്ന ദൈവങ്ങളല്ല. പക്ഷേ ഗുരു പറയുന്ന ദൈവം നമ്മുടെ കയ്യിൽ തൊടുക, കൈവിടാതിന്നു ഞങ്ങളെ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവിടുന്ന് വിടരുതേ എന്നാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തോട് ഗുരുവിൻ്റെ പ്രാർത്ഥന, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അപ്പോൾ ഈ പാട്ട്, ഈ ഒരു പ്രാർത്ഥന വരുന്നത് അടിത്തട്ട് സമൂഹത്തിൻ്റെ ദാരിദ്ര്യവും അസമത്വമാണ് ഗുരുദേവൻ പ്രാർത്ഥനയാക്കി മാറ്റിയത്. അന്നവും വസ്ത്രവും മുട്ടാതെ ഞങ്ങൾക്ക് തന്നു രക്ഷിക്കുന്ന നീ ഒന്നു തന്നെയാണ് ഞങ്ങൾക്ക് തമ്പുരാൻ. പറയും ഗുരു, അതിൽ തന്നെ എഴുതുന്നുണ്ട്, ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. അതുവരെയുള്ള ബ്രാഹ്മണ സാഹിത്യത്തിൽ മനുഷ്യരെ ഹീനമായിട്ട് സ്ഥാനപ്പെടുത്തുകയും ദൈവത്തിൽ നിന്ന് വേറിട്ടവരാണ് എന്ന് ഭാവന ചെയ്യുകയും, ശങ്കരൻ്റെ അദ്വൈത വേദാന്തം ഉൾപ്പെടെ അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ ഗുരു പറയുകയാണ്, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുവാനും. മായയായിരിക്കുന്നതും മായാവിയായിരിക്കുന്നതും മായ നീക്കുന്ന ആളും എല്ലാം ഒരാളാണ്. അതെല്ലാം നമ്മുടെ ഉള്ളിലാകണമെന്ന് പറയുന്നതോടുകൂടി ഗുരു കൽപ്പിക്കുന്നത്, ഗുരു കാണുന്നത് നാം ശരീരമല്ല അറിവാകുന്നു എന്ന് മുമ്പേ തന്നെ ഗുരു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നാം ശരീരമല്ല അറിവാകുന്നു. ഗുരു ആത്മോപദേശത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, അഹം ഇരുളല്ല, ഇരുളാകിൽ അന്ധരായി നാം അഹമെന്നറിയാതിരുന്നിടണം. അതുവരെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? നിങ്ങൾ ഇനമേതെന്ന് ചോദിച്ചാൽ നീനവും കണ്ണുമുള്ളവൻ കാണില്ല എന്ന് പറയുന്നല്ലോ. അതെ. അപ്പോൾ അതുവരെയുള്ള സാഹിത്യത്തിൽ മനുഷ്യരുടെ ശരീരം അഴുക്ക് നിറഞ്ഞ ശരീരമാണെന്ന് പറയുമ്പോൾ ഗുരു പറയുന്നു, നാം ശരീരമല്ല അറിവാകുന്നു എന്നും, നീ ഇരുളല്ല, നീ ഇരുട്ടായിരുന്നെങ്കിൽ നീ അഹമെന്ന് അറിയത്തില്ലായിരുന്നോ, നീ ഇരുട്ടല്ല, നീ പ്രകാശമാണ് എന്നാണ് ഗുരു പറഞ്ഞു വെച്ചത്. അവിടെയാണ് ഗുരുവിൻ്റെ ഫിലോസഫിയുടെ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളുടെ, പ്രയോഗങ്ങളുടെ എല്ലാം തന്നെ ഒരു ജീവിത മൂല്യം ഇരിക്കുന്നു. ആ ജീവിത മൂല്യത്തെ വീണ്ടെടുക്കുക എന്നുള്ളതും വർത്തമാനകാല കേരളത്തിൻ്റെ സാംസ്കാരിക പരിതസ്ഥിതിയിൽ ഗുരുവിനെ പുനഃസ്ഥാപിക്കുക, അതായത് ചിന്തകളെ പുനഃസ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ സാമൂഹ്യ പ്രബുദ്ധതാ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്നായിട്ട് ഞാൻ കാണുന്നത്. എന്തായാലും കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഫിലോസഫറും ചിന്തകനും സാമൂഹ്യ നിരീക്ഷകനും ഒക്കെ ആയിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള ഫോക്കർ മാഷാണ് ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചത് തന്നെ
അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ തന്നെ എന്നെ പുരസ്കരിച്ചതിന് തുല്യമായി ആദരവോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. എന്തായാലും ഇത്തരം ഒരു സംവാദം കൂടുതൽ കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് വികസിക്കട്ടെ എന്ന് പ്രത്യേകമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. മാഷിന് പ്രത്യേകമായ എന്തായാലും സന്തോഷം. നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു സംവാദം ഉദ്ദേശിച്ചില്ലെങ്കിലും യാദൃശ്യമായാണെങ്കിലും അതെ അതെ